വിപ്ര ന്യൂസിലേക്ക് സ്വാഗതം. വാർത്തകൾ വായിക്കുന്നത് ടിൻഡു കുട്ടപ്പൻ. ഇന്നത്തെ പ്രധാന വാർത്തകൾ. റാപ്പർ വേടന് തിരിച്ചടി. പിടിച്ചെടുത്തത് യഥാർത്ഥ പുലിപ്പല്ലാണെന്ന് സ്ഥിരീകരിച്ചു. കുറ്റപത്രം ഉടൻ. മാലയിൽ പുലിപ്പല്ല് ലോക്കറ്റായി ഉപയോഗിച്ച കേസിൽ ഗാനരചയിതാവും റാപ്പറുമായ വേടന് തിരിച്ചടി. വേടന്റെ പക്കൽ നിന്നും പിടിച്ചെടുത്തത് യഥാർത്ഥ പുലിപ്പല്ലാണെന്ന് സ്ഥിരീകരിച്ചു. കൊൽക്കത്തയിലെ സുവോളജി ലാബിൽ നടത്തിയ പരിശോധനയിലാണ് സ്ഥിരീകരണം. കേസിൽ വനം വകുപ്പ് ഉടൻ കുറ്റപത്രം സമർപ്പിക്കും. നിയമവിരുദ്ധമായി പുലിപ്പല്ല് കൈവശം വെച്ചതിനാണ് വേടൻ എന്നറിയപ്പെടുന്ന റാപ്പർ ഹിരൺദാസ് മുരളിക്കെതിരെ കേസെടുത്തിരിക്കുന്നത്. 3 വർഷം വരെ തടവ് ശിക്ഷ ലഭിക്കാവുന്ന വകുപ്പാണ് വേടനെതിരെ ചുമത്തുക. സംസ്ഥാനത്ത് ഇന്നും ശക്തമായ മഴയ്ക്ക് സാധ്യത. 7 ജില്ലകളിൽ മഴ മുന്നറിയിപ്പ്. ശക്തമായ കാറ്റിനും ഇടിമിന്നലിനും സാധ്യത. സംസ്ഥാനത്ത് ഇന്നും ശക്തമായ മഴയ്ക്ക് സാധ്യത. 7 ജില്ലകളിൽ ഇന്ന് യെല്ലോ അലർട്ട് പ്രഖ്യാപിച്ചു. തിരുവനന്തപുരം, കൊല്ലം, പത്തനംതിട്ട, ആലപ്പുഴ, കോട്ടയം, ഇടുക്കി, എറണാകുളം എന്നീ ജില്ലകളിലാണ് ശക്തമായ മഴ മുന്നറിയിപ്പ് നൽകിയിരിക്കുന്നത്. മഴയ്ക്കൊപ്പം ശക്തമായ കാറ്റിനും ഇടിമിന്നലിനും സാധ്യതയുണ്ട്. അടുത്ത ദിവസങ്ങളിലും മഴ തുടരുമെന്നാണ് കാലാവസ്ഥാ പ്രവചനം. ആലപ്പുഴ, കോട്ടയം, എറണാകുളം, മലപ്പുറം, കോഴിക്കോട്, വയനാട്, കണ്ണൂർ, കാസർഗോഡ് എന്നീ ജില്ലകളിൽ മറ്റന്നാൾ യെല്ലോ അലർട്ട് ആയിരിക്കും. അതേസമയം ഇത്തവണ കാലവർഷം നേരത്തെ എത്തും. ഈ മാസം 26ഓടെ കേരളത്തിൽ തെക്ക് പടിഞ്ഞാറൻ കാലവർഷം എത്തിച്ചേർന്നേക്കുമെന്ന് കാലാവസ്ഥാ നിരീക്ഷണ കേന്ദ്രം അറിയിച്ചു. തീയണയ്ക്കാൻ തോട്ടിലേക്ക് ചാടി രജിൻ. ഡോർ ലോക്കായി. കാറിനുള്ളിൽ കുടുങ്ങി സോന. നടുക്കം മാറാതെ നാട്. പേരാമ്പ്ര, കോഴിക്കോട് ചെറുവണ്ണൂർ കക്കറമുക്കിൽ ഓടിക്കൊണ്ടിരിക്കുന്ന കാറിന് തീപിടിച്ച് ഗർഭിണി വെന്തുമരിച്ച സംഭവത്തിൽ ഞെട്ടൽ മാറാതെ നാട്ടുകാർ. ചെറുവണ്ണൂർ കക്കറമുക്ക് സ്വദേശി രജിൻലാലിന്റെ ഭാര്യ പൂവത്തുംചാലിൽ സോന 27 മരിച്ചത്. കാർ ഓടിച്ച ഭർത്താവ് രജിൻലാലിനെ ഗുരുതരമായ പൊള്ളലേറ്റ നിലയിൽ കോഴിക്കോട് മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ ചികിത്സയിലാണ്. 6 മാസം ഗർഭിണിയായിരുന്നു മരിച്ച സോന. സോനയെ പേരാമ്പ്ര കല്ലോട് ആശുപത്രിയിൽ കാണിച്ച ശേഷം മടങ്ങവെയാണ് വെള്ളിയാഴ്ച രാത്രി 9 മണിയോടെ അപകടമുണ്ടായത്. കാറിൽ നിന്ന് പെട്ടെന്ന് തീയും പുകയും ഉയർന്നതോടെ പെട്ടെന്ന് വണ്ടി നിർത്തി രജിൻ ചാടിയിറങ്ങിയെങ്കിലും ദേഹത്ത് തീ പടർന്നു. ഈ സമയത്ത് സോന കാറിന്റെ പിൻസീറ്റിൽ കിടക്കുകയായിരുന്നു. രജിൻലാൽ കാറിൽ നിന്നിറങ്ങി സോനയെ പുറത്തെടുക്കാൻ ശ്രമിച്ചെങ്കിലും കഴിഞ്ഞില്ല. മകൾ വിവാഹിതയായാലും കന്യാസ്ത്രീ ആയാലും ഭൂമി മകന്. വ്യവസ്ഥ റദ്ദാക്കി ഹൈക്കോടതി. മകൾ വിവാഹിതയോ കന്യാസ്ത്രീയോ ആയാൽ അവർക്ക് നൽകിയ ഭൂമി മകന് ലഭിക്കുമെന്ന പിതാവിന്റെ ധനനിശ്ചയ ആധാരത്തിലെ വ്യവസ്ഥ നിലനിൽക്കുന്നില്ലെന്ന് ഹൈക്കോടതി. ഈ വ്യവസ്ഥ പ്രകാരം സഹോദരിയുടെ വിഹിതം സ്വന്തം പേരിലാക്കിയ വൈക്കം സ്വദേശിയുടെ അപ്പീൽ തള്ളിയ ഉത്തരവിലാണ് ജസ്റ്റിസ് എസ് ഈശ്വരൻ ഇക്കാര്യം വ്യക്തമാക്കിയത്. അപ്പീൽ ഹർജിക്കാരന്റെ സഹോദരിക്ക് 1965 ധനനിശ്ചയ ആധാരപ്രകാരം പിതാവ് 10 സെന്റ് സ്ഥലം നൽകി. എന്നാൽ വിവാഹം കഴിക്കുകയോ കന്യാസ്ത്രീ ആവുകയോ ചെയ്താൽ ഈ സ്വത്തിലുള്ള അവകാശം ഇല്ലാതാകുമെന്നും സഹോദരന് ലഭിക്കുമെന്നും വ്യവസ്ഥ ഉണ്ടായിരുന്നു. മുൻവാതിലിന്റെ പൂട്ടിൽ വൈദ്യുതി കടത്തിവിട്ട് വീട്ടുകാരെ അപായപ്പെടുത്താൻ ശ്രമം. 13കാരന് ഷോക്കേറ്റു. വീട്ടുകാരെ അപായപ്പെടുത്താൻ വീടിന്റെ മുൻവാതിലിൽ പൂട്ടിൽ വൈദ്യുതി കടത്തിവിട്ടു. അറിയാതെ ഇതിൽ തൊട്ട 13കാരന് ഷോക്കേറ്റു. മഞ്ചവിളാകം ചെമ്മണ്ണുവിള നുണയ്ക്കുന്നോളം ഗ്രേസ് വില്ലയിലാണ് നീചമായ അതിക്രമം നടന്നത്. വീട്ടുടമ രമ്യയുടെ മകൻ അലൻ ആർ സജിക്കാണ് രാവിലെ വാതിൽ തുറന്ന് പുറത്തിറങ്ങാൻ ശ്രമിക്കുന്നതിനിടെ വൈദ്യുതി ആഘാതമേറ്റത്. ജനറൽ ആശുപത്രിയിൽ നിരീക്ഷണത്തിൽ കഴിയുന്ന കുട്ടിയുടെ നില തൃപ്തികരമാണെന്ന് ഡോക്ടർമാർ പറഞ്ഞു. മാരായമുട്ട പോലീസ് അന്വേഷണം ആരംഭിച്ചെങ്കിലും തുമ്പൊന്നും ലഭിച്ചില്ല. ഇതുപോലുള്ള ന്യൂസ് അപ്ഡേറ്റുകൾക്കായി വിപ്ര ന്യൂസ് സബ്സ്ക്രൈബ് ചെയ്യുക.